കൃത്യമായ 4 വ്യത്യസ്ത കാലാവസ്ഥാ സീസണുകൾ ജപ്പാൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിൽ പ്രധാനമാണ് ശൈത്യകാലം. ഡിസംബർ മുതൽ ഏതാണ്ട് മാർച്ച് അവസാനം വരെ നീണ്ടുനിൽക്കുന്ന അതിശൈത്യകാലം. ശൈത്യകാലത്തെ വരവേൽക്കാനായി പ്രകൃതിയും സസ്യങ്ങളും ഇവിടുത്തെ ജനങ്ങളും ഒക്കെ നിരവധി തയ്യാറെടുപ്പുകൾ നടത്താറുണ്ട്. ആരോഗ്യമുള്ള പൗരന്മാരാണ് ഏതൊരു രാജ്യത്തിൻ്റെയും മുതൽക്കൂട്ട്. അതെ, ജപ്പാൻകാരുടെ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ആയുഷ് ദൈർഘ്യത്തിൻ്റെയും രഹസ്യമെന്തെന്നറിയാൻ എല്ലാവർക്കും ആകാംക്ഷ ഉളവാക്കുന്ന ഒന്നാണ്. അതിൽ പ്രധാനമാണ് ഇവരുടെ ആഹാര രീതികൾ, പ്രത്യേകിച്ചും ശൈത്യകാലത്തെ ഭക്ഷണ രീതികൾ. ജപ്പാനിലെ ഏറ്റവും മികച്ച ഒരു പരമ്പരാഗത വിഭവമാണ് ഓഡൻ. എല്ലാ വർഷവും ഡിസംബർ മാസങ്ങളിൽ മിക്കവാറും ആളുകൾ ഓഡൻ പാർട്ടി നടത്താറുണ്ട്. ഹിരോഷിമ സർവകലാശാലയിലെ ഫിഷറീസ് ലബോറട്ടറിയിൽ ഞങ്ങൾ നടത്തിയ ഓഡൻ പാർട്ടിയുടെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഹായ്, നമസ്കാരം. ഞങ്ങളിപ്പോൾ ഉള്ളത് ഫിഷറീസ് ലബോറട്ടറിയിലെ കിച്ചൺ റൂമിലാണ്. ഹിരോഷിമ സർവകലാശാലയുടെ മെയിൻ ക്യാമ്പസിൽ നിന്നും ഏതാണ്ട് 30 കിലോമീറ്റർ മാറി തക്കേഹര എന്ന സ്ഥലത്ത് കടലിനോട് ചേർന്നാണ് ഫിഷറീസ് ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത്. 3 നിലയുള്ള കെട്ടിടത്തിൽ വിവിധ ഗവേഷണ ലബോറട്ടറികൾ, സ്റ്റാഫ് റൂം, കിച്ചൺ റൂം തുടങ്ങിയവയ്ക്ക് പുറമെ ഏതാണ്ട് 40ഓളം പേർക്ക് താമസിക്കാവുന്ന സൗകര്യവും ഇവിടെയുണ്ട്. ജപ്പാനിൽ അതിപുരാതന കാലം മുതൽക്ക് തന്നെ വർഷാവസാന അവധിക്കാലത്ത് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒത്തുചേർന്ന് ഒഡൻ പാകം ചെയ്ത് ഭക്ഷിക്കുന്ന രീതി ഉണ്ടായിരുന്നു. ഓഡൻ അഥവാ ജാപ്പനീസ് ഫിഷ് കേക്ക് സൂപ്പ് ശൈത്യകാലത്തെ പ്രതിരോധിക്കാനുള്ള ഒരു പ്രധാന വിഭവമാണ്. ഒരേ സമയം വലിയ അളവിൽ ഉണ്ടാക്കാം എന്നതിനാൽ തന്നെ ഇത് ഒത്തുചേരലുകൾക്ക് അനുയോജ്യമായ ഒരു വിഭവമാണ്. ഞങ്ങൾ 3 അധ്യാപകരും ഞങ്ങളുടെ ഗവേഷണ വിദ്യാർത്ഥികളും ചേർന്നാണ് ഈ ഒഡൻ പാർട്ടി നടത്തിയത്. എൻ്റെ ആദ്യത്തെ ഒഡൻ പാർട്ടിയാണിത്. കോവിഡ് ആയതിനാൽ തന്നെ കഴിഞ്ഞ 4 വർഷമായി ഇത്തരം പാർട്ടികൾ ജപ്പാനിൽ പൊതുവെ നടത്താറില്ലായിരുന്നു. ഡെങ്കാക്കു അഥവാ മിസോ ഡെങ്കാക്കു എന്നറിയപ്പെടുന്ന മറ്റൊരു വിഭവത്തിൽ നിന്നാണ് ഒഡൻ്റെ ഉത്ഭവം. മിസോ സൂപ്പ് അഥവാ മിസോ പേസ്റ്റ് ജപ്പാനിലെ പ്രധാന വിഭവമാണ്. അസ്പെർജില്ലസ് ഒറൈസ എന്ന ഫംഗസ് ഉപയോഗിച്ച് ഫെർമെൻ്റ് ചെയ്തെടുക്കുന്ന സോയാബീൻ പേസ്റ്റാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഇതിൽ മറ്റ് ആൽഗകൾ, സീവീഡുകൾ, പച്ചക്കറികൾ എന്നിവ ചേർത്ത് സൂപ്പ് രൂപത്തിലുണ്ടാക്കുന്നു. അതിലേക്ക് ഫിഷ് കേക്കുകൾ, ബാർലി, അരി തുടങ്ങിയവയിൽ നിന്നുണ്ടാക്കിയ കേക്ക് രൂപത്തിലുള്ള വസ്തുക്കൾ, കോഴിമുട്ട, മാംസങ്ങൾ പ്രധാനമായും പോർക്ക്, ചിക്കൻ, അതുപോലെ തന്നെ ബീഫ്, ഉണക്കിയെടുക്കുന്ന ഉണങ്ങിയ കൂണുകൾ തുടങ്ങി നിരവധി വിഭവങ്ങൾ ചേർത്ത് വേവിച്ച് ചൂടോടെ കഴിക്കുന്ന രുചിയേറിയ ഒരു വിഭവമാണ് ഈ ഒഡൻ. പ്രാദേശികമായി ചേരുവകളിലുള്ള ചില വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഒഡൻ ജപ്പാനിലെ ഒരു പ്രധാന ശൈത്യകാല വിഭവമായി അറിയപ്പെടുന്നു. എന്നെ എപ്പോഴും അതിശയപ്പെടുത്തുന്ന ഒരു കാര്യം, ജപ്പാനിൽ ഇത്തരത്തിലുള്ള രുചിയേറിയ വിഭവങ്ങൾ തയ്യാറാക്കുമ്പോൾ ഒരു തരത്തിലുള്ള മസാലപ്പൊടികളും അവർ ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ്. ഇവിടെ ജപ്പാനിൽ ആളുകൾ വിഭവങ്ങളുടെ ഗുണനിലവാരത്തിൽ ഊന്നൽ നൽകുമ്പോൾ നാം രുചി കൂട്ടാൻ വേണ്ടി പലതരത്തിലുള്ള മസാലപ്പൊടികളുടെ പിറകെ പോകുന്നു. ഇന്ന് ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് മസാല കമ്പനികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇവയെല്ലാം തന്നെ സാമ്പത്തിക ലാഭം മാത്രം മുന്നിൽ കണ്ട്
പലതരത്തിലുള്ള മാരകമായ വിഷവസ്തുക്കൾ ചേർത്ത മസാലപ്പൊടികളാണ് വിപണിയിൽ ഇറക്കുന്നത്. ഇത്തരം രുചിക്കൂട്ടുകൾ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് നമ്മെ അടിമയാക്കുന്നു. ടെക്നോളജി കൊണ്ട് ലോകം കീഴടക്കിയ ജപ്പാൻ ഇന്നും പ്രകൃതിദത്തമായ പോഷകസമൃദ്ധമായ ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഭക്ഷണ രീതി കൊണ്ട് അവരുടെ ആരോഗ്യവും സൗന്ദര്യവും നിലനിർത്തുന്നതോടൊപ്പം ആയുഷ്ദൈർഘ്യവും വർദ്ധിപ്പിക്കുന്നു. മറ്റു ചില വിശേഷങ്ങളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.